Hello, my dear future doctors. Welcome and welcome to a new video. സോ കുറേ നാളിന് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം 10 ഡേയ്സൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് എങ്ങനെ പോകുന്നു നിങ്ങളെ റിപ്പീറ്റ് കാര്യങ്ങളൊക്കെ. അങ്ങനെ വലുതായിട്ട് നോക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ 2 പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച്, ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചും പിന്നെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്രത്തോളം അത് കൊള്ളാം എന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഫോണിൽ ഒട്ടും സ്പേസ് ഇല്ല. 32 GB. എനിക്ക് +2 വരെ ഫോണൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഉമ്മയുടെ ഫോണാണ് യൂസ് ചെയ്തത്. പിന്നെ +2 മറ്റേ പാലായിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണിലാണ്. അപ്പോൾ ആ ഫോണിൽ അങ്ങനെ വലിയ 32 GB ഉള്ളൂ സ്പേസ്. അതിനകത്ത് പിന്നെ കുറേ നോട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പേസ് ഒട്ടും ഇല്ല. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച സ്റ്റഡി മെറ്റീരിയൽ എനിക്ക് ഓൺലൈനിൽ വന്നപ്പോൾ കിട്ടിയതാട്ടോ. എന്ന് വെച്ചാൽ ഓഫ്ലൈനിലും ഓൺലൈനിലും സെയിം സ്റ്റഡി മെറ്റീരിയലാണ്. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഓൾറെഡി സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനിലായപ്പോഴത്തേനും എന്താ പറയുക, അവരും സ്റ്റഡി മെറ്റീരിയൽ പുതിയത് 2 ആ സെറ്റ് തന്നെ അത്രയും സ്റ്റഡി മെറ്റീരിയൽ പിന്നെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടാലെല്ലാം പുതിയതാണ്. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് പാലായിൽ നിന്ന് കിട്ടിയ ആ സ്റ്റഡി മെറ്റീരിയൽ അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽ ആയിരുന്നു. സെക്കൻഡ് ടൈം കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇവിടെ അതേപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെയാണ് ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറയും ഇതൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ എന്തായാലും ചോദിക്കും. എനിക്കറിയാം, ബിക്കോസ് ഫുള്ള് പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനല്ല, ഞാൻ പുതിയതായിട്ട് വന്നത് സെക്കൻഡ് ടൈം വന്നത് ഫുള്ളാണ് വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. ബാക്കി ഫുള്ള് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് യൂസ് ചെയ്തത് മറ്റേ സ്റ്റഡി മെറ്റീരിയലായിരുന്നു. അപ്പം ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. സോ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയലാണ്. സ്റ്റഡി മെറ്റീരിയൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ആൻഡ് ഇത് 3നും എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. ഈ 20 ക്വസ്റ്റ്യൻസ് ആണ് സാറുമാർ ക്ലാസ്സിൽ വെച്ച് ചെയ്യിപ്പിക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ 20 ക്വസ്റ്റ്യൻസും സാറുമാർ ചെയ്യിപ്പിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കാണ്. അത് 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഫിസിക്സിന് മാത്രമേ ഉള്ളൂ 100 ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത്. കെമിസ്ട്രി ആൻഡ് ബയോളജി 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ആൻസർ കീസ് എല്ലാം നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ആക്കും. അങ്ങനെയാണുള്ളത്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 18 ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 18 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് അതിനകത്ത് തന്നെ എല്ലാ ആൻസർ കീസും കാര്യങ്ങളൊക്കെ ആ ബുക്കിനകത്ത് തന്നെ കാണും. +1 +2 കമ്പൈൻഡ് ആണ് കേട്ടോ അത്. പിന്നുള്ളതെന്ന് വെച്ചാൽ വേറെ സ്റ്റഡി പാക്കേജ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അത് 6 ബുക്സാണുള്ളത്. ആൻഡ് ഈ 6 ബുക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +1 ഒരു സെറ്റ്, ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +2 ഒരു സെറ്റ്. അതിൻ്റെ +2 ആണിത്. ഇതുകൊണ്ട് അതാണ് +1-ൻ്റെത്. ഇത് 3ആണ്. എന്നിട്ട് അതിനകത്ത് തന്നെ 20 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് ആ 20 ക്വസ്റ്റ്യൻസിൻ്റെ ഹിൻസും കാര്യങ്ങളെല്ലാം ആ ടെക്സ്റ്റിനകത്ത് തന്നെ ഉണ്ട്, ആ സ്റ്റഡി പാക്കേജിൽ തന്നെ ഉണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ അസേർഷൻ, റീസണിങ് ടെക്സ്റ്റാണ്. അത് 3 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇത് 3ഉം കമ്പൈൻഡ് ആണ്. +1 +2 രണ്ടും കൂടി ഉള്ളതാണ്. അതിനകത്ത് തന്നെ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണും. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് കാണിക്കുകയാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ ബ്രെയിൻ പോയിൻ്ററാണ്. അത് ബയോളജി എവിടെയാണെന്ന് ഞാൻ താഴെ കണ്ടിരിക്കുകയാണ്. ഞാൻ അത് 2ാമത്തെ ബുക്കും എടുത്തായിരുന്നു ബയോളജി. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ പോയിൻ്റർ ഉണ്ട്. പിന്നെ ലെക്ചർ നോട്ട്സ് ഉണ്ട്. അത് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് 6 ബുക്സ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്താ പറയുന്നത്, നമ്മുടെ പാലാ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ കുറേ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 12,000 റുപ്പീസ് എന്താണ് മെറ്റീരിയൽസിന് മാത്രം. സോ ഇത്രയും ബുക്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് സ്റ്റഡി മെറ്റീരിയൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ബുക്കാണ്. വർക്ക് ബുക്കിനകത്ത് ഫിസിക്സ് 100 ക്വസ്റ്റ്യൻസ് ഇല്ല. അല്ലാതെ കെമിസ്ട്രിയും ബയോളജിയും 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ കീ നമുക്ക് സൈറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൽ അപ്ലോഡ് ആക്കും. ഈ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ആക്കും. അതിൻ്റെ ആൻസർ കീയും ഹിൻറ്റും കാര്യങ്ങളൊക്കെ അതിനകത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. ടെക്സ്റ്റിനകത്ത് എന്ന് വെച്ചാൽ ബുക്കിനകത്ത് തന്നെ ആയിട്ട് ആൻസർ കീസ് പ്രൊവൈഡഡ് അല്ല. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനകത്ത് 100 അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ബുക്കുണ്ട്. പിന്നെ മെയിൻ ഒരു
കാര്യം ഞാനൊക്കെ ആദ്യം ഓൺലൈനിൽ വന്നപ്പോൾ ഈ വർക്ക് ബുക്ക് ചെയ്യാനെടുക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് വെക്കുന്ന ടൈമിൽ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ പെൻഡിങ് ഇടരുത്. ചോദിച്ച് ഞാനൊക്കെ കുറേയൊക്കെ അവിടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, എന്നാലേ നമുക്ക് എഫക്റ്റീവായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ചോദിച്ച് വർക്ക് ബുക്കിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഈ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നല്ല ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്തോന്ന് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത്രയ്ക്ക് ഡെസ്പൊന്നും ആവേണ്ട, അത്രയ്ക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് നീറ്റിന് വരില്ല. പിന്നെ മെയിനായിട്ട് ബ്രില്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തറോ ആക്കി പഠിക്കുക. ബ്രില്യൻറ്റ് തരുന്ന വീക്ക്ലി എക്സാംസിന് നടത്തുന്ന ക്വസ്റ്റ്യൻസ് പ്രിൻ്റ് എടുത്തിട്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ കുറേയും കൂടി നല്ലത്. പിന്നെ ഓഗസ്റ്റ് മുതൽ അവർ ഓഫ്ലൈനായിട്ട് നടത്തും. ഓഫ്ലൈനായിട്ട് നടത്തുന്ന എക്സാംസ് എല്ലാം ഓഫ്ലൈനായിട്ട് തന്നെ പോയി എഴുതുക. എന്നിട്ട് വന്നിട്ട് ആ ദിവസം വേറെ ഒന്നും പഠിക്കാൻ നിൽക്കരുത്. ആ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ തറോ ആക്കി പഠിക്കുക. അതാണ് നല്ല എഫക്റ്റീവ് വേ ഓഫ് ക്രാക്കിംഗ് നീറ്റ്. ബ്രില്യൻറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അത് മിസ്സുമാരും തന്നെ പറയും. ഒരു മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യുക, ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യുക, എല്ലാം ആദ്യം തന്നെ കീപ്പ് ചെയ്ത് പോവുക. അവസാനം വന്നാൽ മെയിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി നമ്മളെ കൊണ്ടൊന്നും ലാസ്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പാനിക്കായിട്ട് നമുക്കവിടെ ഇട്ടേച്ച് പോകാനേ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റഡി പാക്കേജാണ്. സ്റ്റഡി പാക്കേജ് ഇപ്പോൾ തന്നെ 6 ബുക്സ് ആയില്ലേ. സ്റ്റഡി മെറ്റീരിയൽ 3, വർക്ക് ബുക്ക് 3, 6 ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജാണ്. പാക്കേജ് 6 ഉണ്ട്, 6 ബുക്സ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ +1 സെപ്പറേറ്റ് ആണ്, +2 സെപ്പറേറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് 20, അതിലും 20 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. ആ 20 ക്വസ്റ്റ്യൻസിൻ്റെ ഹിൻസും അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹിൻസ് മീൻസ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബ്രെയിൻ പോയിൻ്ററാണ്. ഇപ്പോൾ തന്നെ 12 ആയി ബുക്സ്. ഇനി ബ്രെയിൻ പോയിൻ്റർ 3 എണ്ണം, അത് ഷോർട്ട് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ബ്രെയിൻ പോയിൻ്റർ പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്രെയിൻ പോയിൻ്റർ. അത് 3 എണ്ണം ഉണ്ട്. അത് +1 +2 ഫുള്ള് കമ്പൈൻഡ് ആണ് അതിനകത്ത്. പിന്നെ ഉള്ളത് അസേർഷൻ റീസൺ ആണ്. അസേർഷൻ റീസൺ അതും 3 എണ്ണമാണുള്ളത്. അതിനകത്തും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ലെക്ചർ നോട്ട്സ് ആണ്. ലെക്ചർ നോട്ട്സ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകാർക്ക് നോട്ട് ഉണ്ടല്ലോ, അപ്പം എഴുതിയെടുക്കാൻ മാക്സിമം നോക്കുക. പിന്നെ പറ്റാത്തതൊക്കെ പിന്നെ ഈ ക്ലാസ്സുകൾ തന്നെ വീണ്ടും കുറേ കേട്ട് ടൈം കളയരുത്. അതാണ് മെയിൻ കാര്യമുള്ളത്. ഓൺലൈൻ ക്ലാസ്സിന് മെയിൻ ക്ലാസ് തന്നെ കണ്ടിട്ട് ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നു. ബേസ് സെറ്റാക്കാൻ വേണ്ടി ക്ലാസ്സുകളുണ്ടല്ലോ മനസ്സിലാത്തത് വീണ്ടും കാണും. അപ്പോൾ അങ്ങനത് വളരെ മണ്ടത്തരമാണ്. കാരണം ലൈവിൽ പോകുമ്പോൾ തന്നെ ക്ലാസ്സുകൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്ന് നോട്ടൊക്കെ എഴുതിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് അതിരുന്ന് അന്ന് തന്നെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൻ്റെ നമുക്ക് ഇത്രയും സ്റ്റഡി മെറ്റീരിയൽസ് തരുമല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യം തരുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് എക്സാംസ് നടത്തുമല്ലോ. അപ്പോൾ എക്സാംസ് നടത്തുമ്പോൾ ആ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ നീറ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 24 സംതിങ് അത്രയൊക്കെ ബുക്സ് വരും. അതാണ് എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ബ്രില്യൻറ്റിൽ 12,000 റുപ്പീസ് മെറ്റീരിയൽസിന് മാത്രം ശരിക്കും ഉണ്ടോ എന്ന്. ശരിക്കും ഉണ്ട്, ഇത്രയൊക്കെ ഉണ്ട്. 20+ ബുക്സ് ഉണ്ട് ബ്രില്യൻറ്റ് സ്റ്റഡി മെറ്റീരിയൽ. മൊത്തത്തിലുള്ളൊരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് അത്രയും 20+ ബുക്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് 12,000 റുപ്പീസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രില്യൻറ്റിൽ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നൊക്കെയുള്ളതാണ്. സോ അത് ഞാൻ ടൈം കിട്ടുന്നത് പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്രില്യൻറ്റിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും പെൻഡിങ് ഒന്നും വെക്കാതെ, June 5 മുതൽ ഓൺലൈൻ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നല്ലേ. അപ്പോൾ എല്ലാവരും പെൻഡിങ് ഒക്കെ വെക്കാതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഫീസ് അടച്ചവർക്കെല്ലാം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഇത് ബേസിക് ക്ലാസ്സസ് ഉണ്ടെന്ന് തോന്നുന്നു, വെക്ടേഴ്സ് അങ്ങനത്തെയൊക്കെ. സോ അതൊക്കെ ഇപ്പോഴേ ഇരുന്ന് കണ്ടാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ എക്സാംസും കാണും. സോ എക്സാമൊക്കെ എഴുതി ബേസിക്സ് ഒക്കെ സെറ്റാക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ
പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കാര്യങ്ങൾ എന്താ, പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഓഫ്ലൈൻ ഞാൻ രജിസ്റ്ററൊക്കെ ചെയ്തു, എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഓഫ്ലൈനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഓഫ്ലൈനായിട്ട് പോവാണ്. സോ ഇനി ഞാനങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയാസിലൊന്നും അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും അല്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക, ആരും ഡെസ്പ് ആവരുത്. ഓൺലൈൻ ക്ലാസ്സാണ്, ഡിസ്ട്രാക്ഷൻസൊക്കെ ശരിക്കും കാണും, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ വൈറ്റ് കോട്ട് ടെസ്റ്റ് ഇടണ്ടേടാ. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, എല്ലാവർക്കും കിട്ടും, ഇൻഷാ അല്ലാ എല്ലാവർക്കും കിട്ടും. എന്താ പറയുക, ആഗ്രഹിച്ച മെഡിക്കൽ കോളേജുകളിലൊക്കെ കിട്ടും. പിന്നെന്താ പറയുക, ഇപ്പോൾ കോമ്പറ്റീഷൻസൊക്കെ നല്ല കൂടുതലാണ്. പേടിയുണ്ട്, എല്ലാവർക്കും പേടി കാണും. പക്ഷേ പേടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ നീറ്റിന്. പിന്നെന്താ പറയുക, പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.